എല്ലാരും രണ്ട് കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. വിശുദ്ധിയ തികച്ചുന ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുവാൻ താമസം ഇല്ല. വിശുദ്ധിയ തികച്ചുന ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുവാൻ താമസം ഏറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ. ആമേൻ ആമേൻ. വിശുദ്ധിയ എല്ലാരും കരം തട്ടി പാടുക. ആമേൻ. കരം ഉയർത്തി കരം തട്ടി ദൈവം തന്നിരിക്കുന്ന ശക്തിയോട് ബലത്തോട് ഉള്ളു തുറന്ന് പാടി ദൈവത്തെ നമുക്ക് ആരാധിക്കാമേ. ആമേ. വിശുദ്ധിയ തികച്ചുനാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുവാൻ താമസം ഏറെയില്ല. വിശുദ്ധിയ തികച്ചുനാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുവാൻ താമസം വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ. ആമേൻ ആമേൻ. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. വിശുദ്ധിയ ആമേൻ ആമേൻ കർത്താവേ. ആമേൻ കർത്താവേ. വിശുദ്ധിയ തികച്ചുന ശക്തി വ്യാപരിക്കുന്നു. ആമേൻ. രാവിലെ തോറും കർത്താവിന്റെ ദയ പുതിയത്. Everyday morning God's mercy is new. കർത്താവിന്റെ ദയയിൽ നിറഞ്ഞ് ദൈവജനമേ പുതുക്കം പ്രാപിക്ക. എല്ലാവരും ആരും ദൈവത്തെ ആരാധിക്കാതെ ഇരിക്കരുത്. പാപക്കെട്ടുകൾ പറക്കുന്നു, രോഗക്കെട്ടുകൾ പറക്കുന്നു, ക്ഷീണം പറക്കുന്നു, ടെൻഷൻ പറക്കുന്നു. ആമേൻ. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ണു നീ താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ണു നീ താഴ്വരയിലല്ലയോ. ഒരു ശിഷ്ടതയോ നില്ല മനുഷ്യർക്ക് ഒരുങ്ങിടാം. ആമേൻ. താങ്ക് യു ലോർഡ്. താങ്ക് യു അപ്പാ. താങ്ക് യു. വിശുദ്ധിയ തികച്ചുനാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുവാൻ താമസം ഏറെയില്ല. വിശുദ്ധിയ നാം ഒരുങ്ങി നിൽക്കാം വരുവാൻ താമസം ഏറെയില്ല. വിശുദ്ധിയ. ആമേൻ ആമേൻ. എല്ലാരും ദൈവത്തെ മഹത്വപ്പെടുത്തുക. വിശുദ്ധിയ. ആമേൻ 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 ആമേൻ. സ്തോത്രം. മേഘാരൂഢനായി നീടുമേ പാണ്ടി നായിരം പേர்களுം സുന്ദരൻ താൻ. മേഘാരൂഢനായി വന്നിടുമേ 10,000 പേർகளிൽ
ಬೇರಂದಾನ್ ತಂದೆ ಕೋಮಳರು ಬೆಂಗೊಂಡಾನಂದಿಪಾನ್. ಆಮೆನ್ ಆಮೆನ್. ತಂದೆ ಕೋಮಳರು ಬೆಂಗೊಂಡಾನಂದಿಪಾನ್. ಸ್ತೋತ್ರಂ സ്തോത്രം. വീശിയ തികച്ചുന ഒരുങ്ങി നിൽക്കാം. ആമേൻ ആമേൻ ആമേൻ. കർത്താവേ ആമേൻ. അഗ്നികൾ നിറഞ്ഞു പാടി ദൈവത്തെ സ്തുതിക്കാം. എല്ലാരും 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 ഹല്ലേലൂയ. എല്ലാരും ഒരേപോലെ ഒരേപോലെ ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. വാ തുറക്ക. ഇനിയും വാ തുറക്കേണ്ട അനേകരുണ്ട്, അനേകരുണ്ട്. ഹൃദയം തുറക്കേണ്ട അനേകരുണ്ട്. ആമേൻ. കാഴ്ചക്കാരായി ഇരിക്കരുത് ബ്രദർ. ഇത് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട സമയമാണ്. രാജാതി രാജ ആരാധനയുടെ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ, ദൈവഭീതലേ നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്നെ കഴുകി ശുദ്ധീകരിപ്പാൻ, നിന്റെ തലമുറയെ ഉയർത്തുവാൻ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സാക്ഷി പറയേണ്ട ദൈവമക്കൾ വേഗം എന്റെ മുമ്പിലേക്ക് കടന്നു വന്ന് നിന്നുകൊള്ളുവേൻ. കം ക്വിക്ലി. ഓടി വരിക സാക്ഷി പറയേണ്ടവർ. കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവേൻ. ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മടുപ്പ് കൂടാതെ, നടി കൂടാതെ സ്വർഗത്തിന്റെ ഭാഷയിൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാരും 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവേൻ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ. ഇന്നാത്മമാരിക്കൊണ്ട് നിറയ്ക്കണമേ, ഇന്നാത്മമാരിക്കൊണ്ട് ദൈവത്തിന്റെ തേജസ് ഇന്ന് ഇവിടെ, ദൈവത്തിന്റെ തേജസ് ഇന്ന് ഇവിടെ. വെളിച്ചമായി പ്രകാശിക്ക വേണം, വെളിച്ചമായി ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം. എല്ലാരും പാടുക, എല്ലാരും പാടുക, എല്ലാരും പാടുക, എല്ലാരും കരം തട്ടി പാടുക. ആരും കൈ കെട്ടി നിൽക്കരുത്. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം 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 സ്തോത്രം. കരം തട്ടി എല്ലാവർക്കും പാടാം. ആമേൻ
മേഘാരൂഢനായി വന്നിടുമേ 10,000 പേർകളിൽ മേഘാരൂഢനായി വന്നിടുമേ 10,000 പേർകളിൽ സുന്ദരൻ തന്റെ. ആമേൻ, ആമേൻ. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം സ്തോത്രം. ആമേൻ, 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 ആമേൻ. ആത്മസന്തോഷം കണ്ട ആമേൻ. Thank you, Lord. Thank you. Thank you. Thank you. സ്തോത്രം. മായയായ ലോകത്തിൽ ഞാൻ ചേർന്ന് നിൽക്കണ്ടേ, യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. എൻ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. ആത്മസന്തോഷം കൊണ്ടാടിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാടിപ്പാൻ ഇന്നാത്മാരിക്കൊണ്ട്. ആമേൻ, ആമേൻ. ഇന്നാത്മാരിക്കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാടിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാടിപ്പാൻ ഇന്നാത്മാരി. ആമേൻ, 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 ആമേൻ. ആത്മസന്തോഷം കൊണ്ടാടിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാടിപ്പാൻ. ആമേൻ. നിറയ്ക്കണമേ. കല്ല് പോലുള്ള എല്ലാ ഉള്ളങ്ങളെയും, കല്ല് പോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നും മെഴുകുമ്പോ ഉരുക്കണമേ, ഇന്നും മെഴുകുമ്പോ. ആമേൻ, 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 ആമേൻ. കർത്താവേ, ആമേൻ കർത്താവേ, ആമേൻ കർത്താവേ, ആമേൻ കർത്താവേ. അഗ്നി, 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 അഗ്നി. പുതു ശക്തി, പുതു ശക്തി, പുതു ശക്തി. എല്ലാരിലും, 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 എല്ലാരിലും. വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം. ഊമയാ നിൽക്കരുത്. എല്ലാരും, എല്ലാരും. ജനശകാലദന്തനജബല ജബരഘാലദന്തനജബ. അഗ്നി വ്യാപരിക്കുന്നു. നിറയുക, നിറയുക. എന്നെ നിറയ്ക്കണമേ യേശു കർത്താവേ, എന്നെ നിറയ്ക്കണമേ. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ആമേൻ. എല്ലാരും, എല്ലാരും കരം തട്ടി ദൈവത്വം മഹത്വപ്പെടുത്തുക. എന്നെ നിറയ്ക്കണമേ, എന്നെ നിറയ്ക്കണമേ, അടിയനെ നിറയ്ക്കണമേ. അഗ്നിയാൽ, അഗ്നിയാൽ, അഗ്നിയാൽ. ജനശകാലദന്തനജബ. പുതു ശക്തി, പുതു ശക്തി, പുതു ശക്തി. എല്ലാരിലും, 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 എല്ലാരിലും,
നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അങ്ങ് കടന്നു വന്നിരിക്കാൻ നന്ദി കർത്താവേ. ഹല്ലേലൂയ. കരം ഉയർത്തി കരം തട്ടി ദൈവത്തെ എല്ലാവർക്കും മഹത്വപ്പെടുത്താം. ഇപ്പോൾ നിങ്ങൾക്ക് സാക്ഷ്യം കേൾക്കാം. സാക്ഷ്യം പറയാൻ പോകുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കുക. വെറും ഒരു ചടങ്ങ് നിവർത്തിക്കുന്നത് പോലെ ആരും സാക്ഷി പറയരുത്. വിടുതൽ കിട്ടും മുമ്പ് നിങ്ങളായിരുന്ന അവസ്ഥ ഒന്നും ഒഴിക്കാതെ മറയ്ക്കാതെ വിശദമായി പറയണം. അല്പം പോലും സ്വയം പൊങ്ങരുത്. ഞാനുള്ള അഹങ്കാരം നിങ്ങളുടെ സാക്ഷ്യത്തിൽ പാടില്ല. മനുഷ്യനെ ചിന്തിച്ച് മനുഷ്യന്റെ മാനം ആരും കരുതരുത്. നീയും ഞാനും ദൈവത്തിന്റെ മക്കളാണ്, കർത്താവിന്റെ മക്കളാണ്. നാം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് വേദിയിൽ നിൽക്കുന്നത്. മറ്റാരെ കൊണ്ടും കഴിയാത്തത് യേശു എനിക്ക് ചെയ്ത് തന്നെ. ആമേൻ, ആമേൻ. കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. എല്ലാവരും പ്രാർത്ഥനയിൽ ഇരിക്കണം. പ്രാർത്ഥനയോട് ആരും അലസതയോടിരിക്കരുത്. ഈ ദൈവമക്കൾ ഇവിടെ സാക്ഷി പറയുമ്പോൾ ഇവരിൽ പ്രവർത്തിച്ച അതേ യേശു കർത്താവ് നിങ്ങളിലും പ്രവർത്തിക്കുവാൻ ശക്തൻ എന്ന് മനസ്സിലാക്കി സ്തോത്രത്തോടു കൂടെ ഇരിക്കാം. ആമേൻ, 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 ആമേൻ. കരം ഉയർത്തി പറയുക ഹല്ലേലൂയ. സ്തോത്രം. ഭാർഗവിയമ്മ, ബാലരാമപുരം. അടുത്ത് ലിറ്റിൽ ബായ്, റസ്മ, ഓമന, പൂവാർ. ഭാർഗവിയമ്മ, ബാലരാമപുരം. കരം തട്ടി ദൈവനാമം മഹത്വപ്പെടുമാറാണമേ. എനിക്ക് വീണ്ടും ഒരു സാക്ഷിയായി ഈ വേദിയിൽ നിൽക്കാൻ ദൈവം സഹായിച്ച വൻകൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എന്റെ ശരീരത്തിൽ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഭയങ്കരമായ ഒരു പൊള്ളലുകളെല്ലാം അനുഭവപ്പെട്ടു. ഡോക്ടർമാരെ എല്ലാം കാണിച്ചെങ്കിലും ഒട്ടും കുറവില്ല, വളരെ കൂടുതലായി വന്നു. അങ്ങനെ ഒരു ഞായറാഴ്ചയിൽ ദൈവത്തോട് അപേക്ഷിച്ചു, കർത്താവേ, എന്റെ ശരീരത്തിലുള്ള ഈ അസുഖങ്ങൾ പൂർണ്ണമായും വിടിയിക്കണമേ. എന്നാൽ ഞാൻ തിരുസന്നിധിയിൽ ആരാധനയിൽ വന്ന് അപേക്ഷിച്ചു. തിരുസന്നിധിയിൽ ഞാൻ ഒരു സാക്ഷിയായി നിൽക്കാമേ കർത്താവേ എന്ന് അപേക്ഷിച്ചു. ആ നിമിഷം തന്നെ എന്റെ ശരീരത്തിൽ സകലവിധ അസുഖങ്ങളും യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ വിടുതൽ നൽകി. ഒരു പാട് പോലും ശരീരത്തില്ലാത്ത വണ്ണം യേശുവപ്പൻ അത്ഭുത വിടുതൽ നൽകി കാത്തുരക്ഷിച്ചു. ഇത്രയും അത്ഭുതം ഉടനെ കർത്താവ് കണ്ണുനീർ മാനിച്ച് സൗഖ്യമാക്കി. നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ഇന്ന് ഇവിടെ സാക്ഷിയായി നിൽക്കുവാൻ വലിയവനായ ദൈവം ചെയ്ത നന്മകളോർത്ത് നന്ദിയോടെ പ്രാർത്ഥിച്ചുണ്ടായിരിക്കുന്നു. ഞാൻ എന്താന്ന് വെച്ചാൽ ഒരു ചികിത്സാർത്ഥി ആരാധനയ്ക്ക് ഇവിടെ എന്റെ മകൾക്ക് പാതി വീടായിരുന്നു. പാതി ചേട്ടൻ വിട്ടിട്ട് പോയി. ആ ദേശത്ത് മുതലൂർക്കോണം ദേശത്ത് ഒന്നുമില്ലായ്മയിൽ നിന്ന് മകള് ഞാനിവിടെ കണ്ണുനീരോടെ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നപ്പോൾ സിസ്റ്റർ വിളിച്ചു പറഞ്ഞ് ഭവനമില്ലാത്തവർക്ക് വേണ്ടി കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. ആ സെക്കൻഡിൽ തന്നെ, ആ മാസത്ത് തന്നെ ഒരു ഭവനം വേറെ മായുവാൻ 38 ദിവസം കൊണ്ട് ഒരു ഭവനം മായുവാൻ സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി നന്മകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തിന് 1000 സ്തോത്രം പറഞ്ഞുകൊണ്ട് ഈ പാവിയായിട്ടുള്ള അടികളിൽ സാക്ഷിയിൽ നിന്നും വിരമിച്ചുകൊള്ളുന്നു. ദൈവനാമം മാറട്ടെ. ഈ ആലയത്തിൽ ഒരു സാക്ഷിയായി നിർത്തുവാൻ ദൈവം ഒരിക്കൽ കൃപയോർത്ത് നന്ദി പറയുന്നു. എന്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷി പറയുന്നത്. എന്റെ മകൾ കമ്പ്യൂട്ടർ സ്കോളർഷിപ്പ് പരീക്ഷ എഴുതുകയുണ്ടായി. ആദ്യം സ്കൂൾ തല പരീക്ഷയായിരുന്നു. സ്കൂൾ തല പരീക്ഷ അവൾ നന്നായി എഴുതുകയും അവൾക്ക് 83% മാർക്കോടുകൂടെ വിജയിക്കുകയും ചെയ്തു. രണ്ടാമത് ഫൈനൽ പരീക്ഷയാണ്. ഫൈനൽ പരീക്ഷ എഴുതിയപ്പോൾ ഭയങ്കര പാടായിരുന്നു. അവൾ ജയിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡിസംബർ മാസം സെക്കൻഡ് സൈഡ് ആരാധനയിൽ വന്ന് പ്രാർത്ഥിച്ച അവസാന നിമിഷത്തിൽ സിസ്റ്റർ പ്രാർത്ഥന മധ്യത്തിൽ പറഞ്ഞു, പരീക്ഷ എഴുതിയിരിക്കുന്നവർക്കും പരീക്ഷ എഴുതാൻ പോകുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, കരമുയർത്താൻ പറഞ്ഞു. ഞങ്ങൾ കരമുയർത്തി പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി റിസൾട്ട് വന്നപ്പോൾ 96% മാർക്കോടുകൂടി എന്റെ മകൾ വിജയിച്ചു. എല്ലാവരും കരമുയർത്തി ദൈവത്തെ സ്തുതിക്കണം. സാക്ഷി കഴിയുമ്പോൾ ദൈവജനം എല്ലാവരും കരമുയർത്തി ദൈവത്തെ സ്തുതിക്കണം. മാർക്കിൽ കൂടുതൽ ഒരു ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടിയെ ജില്ലാതല മത്സര പരീക്ഷയിൽ പങ്കെടുക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഏതൊരുവിധ
പ്രതീക്ഷയില്ലായിരുന്നു. എന്നിട്ടും എൻ്റെ മകൾക്കാണ് അതിനുള്ള സെലക്ഷൻ കിട്ടിയത്. പരീക്ഷ എഴുതിയതിനു ശേഷം ഞങ്ങൾ ഇവിടെ ഡിസംബർ മാസം ഒരു ലെറ്റർ എഴുതിയിട്ടു. അതിന്റെ മറുപടി ജനുവരി മാസത്തിൽ വന്നു. ദൈവം നിങ്ങൾക്കൊരു അത്ഭുതം പ്രവർത്തിക്കും, ആരാധനയ്ക്ക് വരിക. ഞങ്ങൾ വരികയും ജനുവരി മാസം അവസാനമായപ്പോൾ റിസൾട്ട് വരികയും ക്യാഷ് അവാർഡോടുകൂടെ എൻ്റെ മകൾ പാസ്സാകുകയും ചെയ്തു. ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് 1000 നന്ദികൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച സിസ്റ്ററിന് ബ്രദറിന് നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യത്തിന് വിരമിക്കുന്നു. മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷിയായി നിൽക്കാൻ ദൈവം തന്നത് കൃപയ്ക്ക് 1000 നന്ദി പറയുന്നു. ഞാൻ സാക്ഷി പറയണം, എനിക്ക് വേണ്ടിയാണ്. ഞങ്ങൾ സ്വന്തമായിട്ട് 1 സെന്റ് ഭൂമി പോലും ഇല്ലായിരുന്നു. ഞങ്ങളിവിടെ 12 വർഷമായി ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എനിക്ക് വസ്തു കിട്ടുമെങ്കിൽ ഞാൻ ഒരു സാക്ഷി പറയാമെന്ന്. എൻ്റെ ഭർത്താവിന് 5 സഹോദരിമാരുണ്ടായിരുന്നു. 5 സഹോദരിമാരും കൂടെ കഴിഞ്ഞ മാസം 1-ാം തീയതി ഞങ്ങൾക്ക് ആ 4 സെന്റ് സ്ഥലവും ഒപ്പിട്ട് തരായിരുന്നു. ഇത്രയും അത്ഭുതം പ്രവേശിച്ച ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു സാക്ഷ്യത്തിന് വേണ്ടി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ മകന് വേണ്ടിയാണ്. മകന്റെ ശരീരത്തിൽ പെട്ടെന്ന് ഭയങ്കരമായ നീരുണ്ടായി. ഞങ്ങൾ പണിക്കൊന്നും കഴിയാത്ത അവസ്ഥയായിരുന്നു. ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞത് കരൾ വീക്കം, കിഡ്നി വീക്കം, ശരീരത്തിൽ ബ്ലഡില്ല, അതിഭയങ്കരമായ അസുഖമായാണെന്ന് ഡോക്ടർ പറഞ്ഞു. ആ സമയം പിറ്റേ ദിവസം ടെസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞയച്ച് ഞാൻ അന്ന് രാത്രി തന്നെ ദേവദാസിക്ക് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. ദേവദാസി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ധൈര്യപ്പെടുക, യേശുപ്പൻ തൊട്ട് സൗഖ്യം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി എല്ലാ ടെസ്റ്റും എടുത്ത് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞത് ഒരു കുഴപ്പവുമില്ല, നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. രണ്ടാമത് സാക്ഷി പറയുന്നത് എൻ്റെ മകന്റെ കുഞ്ഞിന് വേണ്ടിയാണ്. കുഞ്ഞിന് ഭയങ്കരമായ പനിയായിരുന്നു. വീട്ടിൽ നിന്ന് മരുന്നുകളൊക്കെ എടുത്തു കൊടുത്തു, ഒരു കുറവുമില്ല. ഭയങ്കര നെട്ടലായിരുന്നു ഒടുവില്. ഞാൻ വളരെയധികം ഭാരത്തോടെ ദേവദാസിക്ക് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. അന്ന് രാത്രിയും ദേവദാസി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ അത്ഭുത വിടുതൽ നൽകിയിരിക്കുന്നു എന്ന്. ജന്യായിരുന്നു. ഭയങ്കരമായ പനിയും ജന്യായിരുന്നു. ആ സമയത്ത് ഞാൻ ദേവദാസിക്ക് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. ദേവദാസി പ്രാർത്ഥിച്ചിട്ട് അത്ഭുത വിടുതൽ നൽകിയിരിക്കുന്നു എന്ന് യേശുപ്പൻ എന്ന് പറഞ്ഞു. ആ ഞെട്ടൽ അപ്പോൾ തന്നെ മാറി. ദൈവം അത്ഭുത വിടുതൽ കൊടുത്ത് ആ പനി ഇത്രയും സമയം വന്നിട്ടുമില്ല. മൂന്നാമത് സാക്ഷി പറയുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. മകൾക്ക് കഴുത്തിലൊരു മുഴ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് 10 വർഷമായി. ഇപ്പോൾ ആ മുഴ ഇരുന്ന ഭാഗത്ത് ഓപ്പറേഷൻ നടത്തിയപ്പോൾ ചെയ്തു. ഇപ്പോൾ ആ ഭാഗത്ത് വീണ്ടും ഭയങ്കരമായ വേദന ഉണ്ടായി. കുടിഞ്ഞിലിറക്കാൻ പോലും വയ്യാമ്മ, ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് എന്നോട് വളരെ പ്രയാസത്തോടെ കരഞ്ഞു പറഞ്ഞു. ഞാൻ അന്ന് വീട്ടിൽ വന്ന് രാത്രി ദേവദാസിക്ക് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. ദേവദാസി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ദൈവം അത്ഭുത വിടുതൽ നൽകിയിരിക്കുന്നു, ധൈര്യപ്പെടുക എന്ന്, ആരാധനയ്ക്ക് പങ്കെടുക്കണമെന്നും പറഞ്ഞു. ആ പ്രകാരം തന്നെ പിറ്റേ ദിവസം അവളോട് ചോദിച്ചു ഇപ്പോഴെങ്ങനെ ഉണ്ട്, നിനക്ക് കുറവുണ്ടോ എന്ന് വീണ്ടും പോയി ചോദിച്ചത്. അവൾ പറഞ്ഞു അമ്മ എനിക്കിപ്പോൾ വേദന ഒന്നുമില്ല, വളരെയധികം സുഖമുണ്ട് എന്ന് പറഞ്ഞു. ഇത്രയും അത്ഭുതം ചെയ്ത എന്റെ യേശുപ്പന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷിയിൽ നിന്നും വിരമിക്കുന്നു. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഞാൻ ഒരു സാക്ഷി നിൽക്കുന്നതിന് എൻ്റെ മോക്ക് വേണ്ടിയാണ്. എൻ്റെ മോക്ക് ഒരു പ്രേതം കൂടിയിരുന്നു, സുഖമില്ലാതെ നാക്കെടുക്കാനൊന്നും വയ്യാതിരുന്നു. എൻ്റെ മതിനെ വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ മതിനെയാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇതേപോലെ 2ാം ശനിയാഴ്ച കൊണ്ടുവന്നു. എൻ്റെ മോക്ക് സുഖപ്പെട്ടു, അത്ഭുത വിടുതൽ ദൈവം കൊടുത്തു. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ടീച്ചറെല്ലാവരും പറഞ്ഞു നിങ്ങളെ കൂട്ട പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോഴായിരുന്നു വിടുതലായിരുന്നത്. ഇത്രയും ഇത് ചെയ്ത കോടാക്കോടി യേശുപ്പന് 2-3 മാസമായിപ്പോയി. 3 മാസം ഉപദ്രവ കെട്ടുകളിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന് കർത്താവിന്റെ ദാസിയ മകളെ വിടുവിച്ച് പ്രാർത്ഥന കേട്ട് ദൈവം കേട്ട് ഉത്തരം നൽകി. ആമേൻ. പിതാവേ അത്ഭുത വിടുതലെന്ന് പറഞ്ഞു. പിതാവേ എന്റെ യേശുപ്പന് കോടാക്കോടി വിടുതൽ കിട്ടി. അപ്പോൾ തന്നെ വിടുതൽ കിട്ടി. ഇവിടെ വന്ന ആ ദിവസം തന്നെ വിടുതൽ കിട്ടി. കർത്താവിന്റെ വചനത്തിൽ ജീവൻ ഉണ്ട്. പിതാവേ സ്തോത്രം. മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. എൻ്റെ മകൾക്ക് ഒരു വയറിന്റെ ഒരു ഭാഗത്ത് നീര് വരികയും 10-20 ദിവസമായിട്ട് ആ നീര് കുറയുകയുമില്ലായിരുന്നു. നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാനും ഈ ആരാധനയിൽ സ്ഥിരമായി പങ്കെടുക്കുമായിരുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനും കരമുയർത്തി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ മകൾക്ക് ഒരു മരുന്ന് പോലും വാങ്ങിക്കാതെ എൻ്റെ വലിയവനായ ദൈവം അവൾക്ക് ഇത്രത്തോളം സുഖം കൊടുത്തു. ആ ദൈവത്തിന് 1000 നന്ദി പറയുന്നു. രണ്ടാമതായി ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ അമ്മായിയമ്മയ്ക്ക് വേണ്ടിയാണ്. അവർ ഈ ആരാധനയിൽ പോലും പങ്കെടുക്കുമില്ലായിരുന്നു.
അങ്ങനെ ഇരിക്കെ അവർക്ക് പെട്ടെന്നൊരു അസുഖം വരെയും ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തു. 10-12 ദിവസമായിട്ടും അവർക്ക് അസുഖം കുറവില്ല. അങ്ങനെ ഒരു ദിവസം 120 രൂപ ഇഞ്ചക്ഷൻ 4 എണ്ണം എടുക്കുമായിരുന്നു. എന്നിട്ടും അതിലും ഒരു കുറവുമില്ല. അങ്ങനെ അവർ ഒരു ദിവസം പറഞ്ഞു പിറ്റേന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന്. അങ്ങനെ ഇരിക്കെ നമുക്ക് ഒരു നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഭവനത്തിൽ വന്നു ദൈവത്തിന്റെ ദാസിയോട് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവദാസി ധൈര്യപ്പെടുക, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാവിന് പരിപൂർണ സൗഖ്യം നൽകി വിടുവിക്കുന്നു. അപ്പോൾ തന്നെ അവർക്ക് സുഖം കിട്ടുകയും പിറ്റേന്ന് ഞാൻ ആശുപത്രിയിൽ പോയപ്പോൾ എഴിച്ചിരുന്ന് കാര്യം പറയുകയും ചെയ്തു. പിന്നെ അതിന്റെ പിറ്റേന്ന് ഭവനത്തിൽ കൊണ്ടുവരികയും ചെയ്തു. ഇത്രയും അത്ഭുതം ചെയ്ത ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബ്രദറിനും സിസ്റ്ററിനും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷി നിന്നും യേശുവിനെ സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ 95-ലാണ് ഈ ആരാധനയ്ക്ക് പങ്കെടുത്തത്. എന്നെ അന്ന് മുതൽ ഇന്ന് വരെയും ദൈവം അനുഗ്രഹമായി സമർത്ഥമായി അനുഗ്രഹിക്കണം. പക്ഷെ എൻ്റെ ഇരുമ്പ് ദേശത്ത് എന്നെ സ്വർഗത്തിലെ ദൈവം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹിന്ദുവാണ്. പക്ഷെ എന്നെ പരിഹസിച്ചവരെല്ലാം മുമ്പേയും ഞാൻ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നശിച്ചില്ല. അതുപോലെ തന്നെ എൻ്റെ വയറ്റിൽ ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് എൻ്റെ വയറ്റിലൊരു വലിയ മുഴയുണ്ടായിരുന്നു. അത് ശാസ്താമംഗലത്ത് ഡോക്ടറെ കൊണ്ട് കാണിച്ച് ഡോക്ടർ പറഞ്ഞ് 9 മാസമായപ്പോഴാണ് ഡോക്ടർ പറയണത് കുട്ടിക്ക് ശക്തിയൊന്നുമില്ല, അത് ഒരുമാതിരി മെലിഞ്ഞിരിക്കുകയാണ്, ഈ മുഴ ആ കുട്ടിയെ എത്തുന്നോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ സിസ്റ്ററിനോട് ഒന്ന് പറഞ്ഞ് എല്ലാ കാര്യവും പറഞ്ഞ് സിസ്റ്റർ പറഞ്ഞ് ഇത് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് അതേപോലെ ആശുപത്രി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി എപ്പോഴും പറഞ്ഞ് ഓപ്പറേഷൻ വേണമെന്നല്ലേ പറയണം, അതുകൊണ്ട് വലിയ ഓപ്പറേഷൻ വേണം, 7-8 ബ്ലഡൊക്കെ അടയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞ്. പക്ഷേ ദൈവമക്കളെ എൻ്റെ ദൈവദാസി ഇവരോട് എല്ലാം ഞാൻ പോയി തുറന്ന് പറഞ്ഞതോടെ എനിക്ക് ഒരു ഓപ്പറേഷനും ഇല്ല, എനിക്ക് ഒരു സൂചി പോലും എനിക്ക് കുത്തിവെച്ചതുമില്ല. എന്റെ കുട്ടിക്ക് 2.25 കിലോ വെയിറ്റും ഉണ്ടായിരുന്നു. അടുത്ത സാക്ഷി എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. അവൾക്ക് പെട്ടെന്ന് പിശാച് എന്നിൽ നിന്നും അവൾക്ക് മഞ്ഞ കൊണ്ടിട്ട് അതിൽ നിന്നും ഞാൻ ഇതേപോലെ സിസ്റ്റർ ഒരു വ്യാഴാഴ്ച ഇറങ്ങി സിസ്റ്ററിനോട് പറഞ്ഞ് മോക്ക് ഇങ്ങനെ മഞ്ഞയാണെന്ന്. ഇവിടെ നേഴ്സറിയിൽ അവളെ കൊണ്ട് വെക്കുകയായിരുന്നു. വെച്ച് 10-20 ദിവസമുള്ള ഓരോ പിള്ളേർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിത് ഭയന്നു പോയി. സിസ്റ്ററിന്റെ ഈ പ്രാർത്ഥനയുടെ മുഖാന്തരം ദൈവം അത് വിടിവിച്ചേക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ നേഴ്സറിയിൽ പോയി മോക്ക് പാൽ കൊടുക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ കൂടെ തരാം, ബ്ലഡ് ധാരാളം ഉണ്ടെന്ന് പറഞ്ഞു. അവൾക്ക് ബ്ലഡ് അടച്ചില്ല. ഹല്ലേലൂയ, എത്ര അത്ഭുതം. യേശുവിന് നന്ദി, സ്തുതി, സ്തോത്രം. തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ശോഭന ധനുച്ചപുരം. ദൈവനാമത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ്. എൻ്റെ ഭർത്താവ് ഗൾഫിലാണ്. എൻ്റെ ഭർത്താവ് എനിക്ക് ദിവസവും ഫോൺ വിളിക്കുമായിരുന്നു. അങ്ങനെ 4-5 ദിവസം എനിക്ക് ഫോൺ വിളിക്കില്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ സുഖമില്ലാതെ റൂമിൽ കിടക്കുകയാണ്. പനിയും ശരീരവേദന കൊണ്ട് തളർന്നു കിടക്കുകയാണ്. എണീക്കാനോ നടക്കാനോ സംസാരിക്കാനോ ഒരു ഫോൺ പോലും വിളിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. അങ്ങനെ ആശുപത്രിയിൽ പോയിട്ട് ഒരു കുറവുമില്ല എന്ന് കരഞ്ഞിങ്ങോട്ട് ഫോണിൽ കൂടെ പറയുമ്പോൾ സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പറയുകയാണ്. വീണ്ടും ഞാൻ വൈകുന്നേരം അങ്ങോട്ട് ഫോൺ വിളിച്ചപ്പോൾ അതിനേക്കാളും അവസ്ഥയിൽ കിടക്കുകയാണ്. ഫോണെടുത്ത് സംസാരിച്ചപ്പോൾ കട്ടിൽ കൂടി മറിഞ്ഞ് വീണ് ഒരനക്കവും ഇല്ല. പിന്നെ വീണ്ടും ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് വീണ്ടും ഒരനക്കമില്ലാതെ കിടക്കുകയാണ്. അങ്ങനെ മരണാവസ്ഥയിൽ കിടന്ന എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ ദൈവത്തിന്റെ ദാസിയോട് ഫോണിൽ കൂടെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവത്തിന്റെ സാക്ഷി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഭർത്താവിന്റെ അസുഖം വിടുതല നൽകിയിരിക്കുന്നെന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ എന്റെ ഭർത്താവിന്റെ സകല അസുഖവും മാറി. എല്ലാരും കരം ഉയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവേൻ എല്ലാരും. അപ്പോൾ തന്നെ അസുഖം എല്ലാം മാറി. പിറ്റേ ദിവസം വിളിച്ചു പറഞ്ഞു എനിക്ക് ഒരു അസുഖമില്ല. പിറ്റേ ദിവസം തന്നെ കുളിക്കുക, എന്റെ പിറ്റേ ദിവസം തന്നെ ജോലിക്ക് പോവുകയും ചെയ്തു. ഇത്രയും യേശുവിനോട് കോടി കോടി നന്ദി. വിദേശ രാജ്യത്തിൽ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ ഹയർ സർവേ പരീക്ഷ എഴുതിയിരുന്നു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 2 വിഷയം കിട്ടിയില്ലായിരുന്നു. ഞാൻ രണ്ടാമതും പരീക്ഷ എഴുതി. പരീക്ഷ വളരെ പ്രയാസകരമായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മ ആൻറ്റിക്ക് ഫോൺ ചെയ്യുകയും ആൻറ്റി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഉന്നത വിജയം ലഭിച്ചു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വിരമിക്കുന്നു. മഹത്വം ഉണ്ടാവട്ടെ. ഞാൻ മൂയാറ്റുമുക്കിൽ വെച്ച് റോഡ് ക്രോസ് ചെയ്ത് പോയപ്പോൾ സൈക്കിൾ മോട്ടോർ വന്ന് ഇടിച്ച് എൻ്റെ 2 കാലിലെ മുട്ടും പുഴകളും ഓടിഞ്ഞു. 4 പേരുമാണ് വരുന്നത് എന്നെ തൂക്കിയെടുക്കാൻ.
അങ്ങനെ കിടന്ന് 4 നിന്ന് രജിസ്റ്ററെ ഫോൺ ചെയ്ത് വിളിച്ച ആശുപത്രിയിൽ പോയ വിവരം പറയുക. അവിടെ എന്താണ് ഇഞ്ചക്ഷൻ ഇടാൻ 4 പേര് വേണം. എസ്റക്കാനെല്ലാം 4 വരുവാണ് വരുന്നത്. അങ്ങനെ ഞാൻ കിടന്ന് വലിയ വരുത്തപ്പെട്ടപ്പോൾ സിസ്റ്ററെ ഫോൺ ചെയ്തപ്പോൾ സിസ്റ്റർ പറഞ്ഞ് നല്ല സുഖം കിട്ടും, ഇതോടെ വീടൽ കിട്ടി സുഖമായിട്ട് നടക്കാം. അന്ന് രാത്രി തന്നെ ഒറ്റയ്ക്ക് ഏക്ക് നടന്ന് വെളിയിലൊക്കെ പോയി. അത്രയും തന്ന ദൈവത്തിന് നന്ദി സ്തോത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയാണ്. അവൾക്ക് 1 വയസ്സ് മുതൽ ശ്വാസം മുട്ടും ഇളുപ്പും സ്ഥിരമായി വരുമായിരുന്നു. പല ചികിത്സകളും നടത്തി, പല മരുന്നുകളും ചെയ്തിട്ട് യാതൊരു ഫലവുമില്ലാതെ 3 വർഷം മുമ്പ് ഈ ആരാധനാലയത്തിൽ കടന്നു വന്നത്. ആരാധനയ്ക്ക് കടന്നു വരികയും ആരാധന മധ്യേ കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തുകയും ചെയ്തു. ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷിയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച സാക്ഷിയാണ് ഞാൻ പറയുന്നത്. 2004 4-ാം മാസം ഞാൻ 3 പെൺമക്കളെ കുറിച്ചുള്ള ഭാരത്തിൽ നിലവിളിയോടെ ഈ ആരാധനയിൽ ഇരിക്കുകയായിരുന്നു. അപ്പം ദൈവത്തിൻ്റെ ദാസി ഇപ്രകാരം വിളിച്ചു പറഞ്ഞ്, ശൈലജ ശൈലജ ശൈലജ, മനോഭാരത്തോടെ ഇരിക്കുന്ന ശൈലജ, മക്കളെ കുറിച്ച് ഭാരപ്പെടേണ്ട, മക്കൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തെ ദേവത ഒരുക്കുമെന്ന് പറയുകയും ചെയ്തു. നിങ്ങൾ മക്കളെ കുറിച്ച് ഭാരപ്പെട്ടിട്ടായിരുന്നോ ഇരുന്നത്? തന്നെ ഉറക്കെ പറഞ്ഞാട്ടെ. മക്കളെ കുറിച്ച് ഭാരത്തിലായിരുന്നു ഞാൻ ഈ ആരാധനയിൽ ഇരുന്നത്. നിങ്ങൾ അതിനു മുമ്പ് എന്നെ വന്ന് കണ്ടിരുന്നോ? ഇല്ല. നിങ്ങളുടെ പേര് എന്നതാണെന്ന് എന്നോട് പറഞ്ഞിരുന്നോ? പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ വിഷയം എന്നതാണെന്ന് എന്നോട് പറഞ്ഞിരുന്നോ? പറഞ്ഞിട്ടില്ല. ആരാണ് നിങ്ങളുടെ പേര്, നിങ്ങളുടെ വിഷയം വെളിപ്പെടുത്തിയത്? യേശു ക്രിസ്തു. യേശു ആണ് അത്ഭുതം പ്രവർത്തിച്ചത്. അതേ വർഷത്തിൽ തന്നെ സിസ്റ്റർ വിളിച്ചു പറഞ്ഞ അതേ വർഷത്തിൽ തന്നെ മൂത്ത മോക്ക് ആ വർഷത്തെ വിവാഹം കഴിയുകയും ഒരു അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്ത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുവേൻ. ഹല്ലേലൂയ. ദൈവത്തിനെ സാക്ഷി ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സാക്ഷിയായി നിൽക്കുവാൻ എൻ്റെ വലിയവനായ ദൈവം ഇടയാക്കിയതിനെ നന്ദി പറയുന്നു. ഒരു ഉപജീവന മാർഗം ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 3 വർഷങ്ങളായി ഞാൻ ഈ ദേവാലയത്തിൽ ആരാധനയ്ക്ക് പങ്കുകൊണ്ടിട്ട് എനിക്ക് കഴിഞ്ഞ ജൂലൈ മാസം ഫസ്റ്റ് സൺഡേ പ്രാർത്ഥന മധ്യേ സിസ്റ്റർ ഇപ്രകാരം വിളിച്ചു പറയാനുണ്ടായി, ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടിരിക്കുന്ന 6 പേർക്ക് കർത്താവ് ഉപജീവന മാർഗം നൽകി അനുഗ്രഹിക്കാൻ പോകുന്നുവെന്ന്. ആ മാസം തന്നെ എൻ്റെ വലിയവനായ ദൈവം മലപ്പുറം ജില്ലയിൽ LP സ്കൂൾ ടീച്ചറായി ഒരു ഉപജീവന മാർഗം തന്ന് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇത്രയും വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ചെയ്ത എൻ്റെ വലിയവനായ ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവമക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി എന്ന് വിരമിക്കുന്നു. ഞാൻ ഒരു സാക്ഷിയായിട്ട് പറയാൻ പോവുകയാണ്. എനിക്കൊരു നട്ടല് വേദന, ഒരു ക്യാൻസറായിട്ട് ഉണ്ടായിരുന്നു. അത് പാസ്റ്റർ വിളിച്ച് പറഞ്ഞു, ഒരു ക്യാൻസറായിട്ടും ഒരു നട്ടല് വേദനയായിട്ടും ഒരാള് പുതിയസാളിലിരിക്കുന്നെന്ന് പറഞ്ഞു. അത് ഞാനാണ്. എനിക്കിപ്പോ നല്ല സുഖമുണ്ട്. അല്പം തന്നെ എനിക്ക് വിടുതൽ കിട്ടി. എനിക്ക് ആഹാരവും എനിക്ക് വേണമായിരുന്നു. ഇപ്പൊ എനിക്ക് നല്ല സുഖമുണ്ട്. ഇപ്പൊ നല്ല വേദനയില്ല. യേശു എനിക്ക് തന്ന യേശുവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത്, ഇന്നേക്ക് 8 വർഷം മുൻപ് ദൈവം അത്ഭുതകരമായി എന്നെ തൊട്ട ഒരു സാക്ഷ്യമാണ്. ബ്രദർ കുട്ടയ്ക്കോട് CSI സഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. ഞാനൊരു പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാകും പട്ടാളക്കാർ എങ്ങനെ ആയിരിക്കുമെന്ന്. പട്ടാളത്തിൽ നിന്ന് വിരമിക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല, അത് ഭയങ്കരമായ ഒരു സത്യ അവസ്ഥയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവർ ചുരുക്കം ആണ്. ഞാൻ പട്ടാളത്തിൽ നിന്ന് വിരമിച്ച് നാട്ടിലായിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ബ്രാൻഡിയെ വാങ്ങി വിറ്റ് ഞാൻ പട്ടച്ചാരായം കുടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സന്ധ്യ ആയി കഴിഞ്ഞാൽ മദ്യപിക്കണം എന്നുള്ള വ്യഗ്രത എന്നിൽ കുടികൊണ്ടിരുന്നു.
അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടയ്ക്കോട് CSI സഭയിൽ കർത്തൃദാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗമധ്യേ അഭിഷക്തൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു കൂട്ടം ആയിരുന്നു ഞങ്ങൾ ഇരുന്നത്. അവിടെ ബ്രദർ കൈ ചൂണ്ടി വിളിച്ചു പറഞ്ഞു, ഈ സ്ഥലത്തിരിക്കുന്ന ഒരു ബ്രദറിന്റെ മദ്യപാനം ദൈവം എടുത്ത് മാറ്റുന്നതായി ദൈവാത്മാവിൽ ഞാൻ ശ്രവിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവം ആ സമയം തന്നെ എന്നിൽ നിന്ന് മദ്യപാനം എടുത്തു മാറ്റി. മദ്യത്തിന്റെ ആസക്തി എന്ന് പറയുന്നത് മദ്യം കഴിക്കുന്നവർക്കേ അത് മനസ്സിലാകൂ. മദ്യപാനികൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുക. മദ്യത്തിന്റെ ആസക്തിയിൽ നിന്ന് ദൈവം വിടുതൽ തരുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എന്നിൽ നിന്ന് ആ മദ്യപാനം അപ്പോൾ തന്നെ എനിക്കാണെന്ന് എനിക്കൊരു വിശ്വാസം അപ്പോൾ വന്നില്ല. പിറ്റേന്ന് സന്ധ്യയായപ്പോൾ ഞാൻ മദ്യപിക്കുന്ന ആ സമയമായപ്പോൾ എന്നിൽ ആ ആസക്തി വിട്ടുമാറിയിരുന്നു. ഇറ്റ്സ് ഗോഡ്സ് ഹാൻഡ്. കർത്താവിന്റെ കരമാണ്. ദൈവം അത്ഭുതകരമായി പിന്നെ ആ മദ്യം എന്നുള്ള ആസക്തി എന്നിൽ നിന്ന് വിട്ടുമാറിയപ്പോൾ എനിക്ക് പിന്നെ മദ്യം തേടി പോകേണ്ട ആ വ്യഗ്രത മാറി. അങ്ങനെ ഇരുന്ന് 1 വർഷം വീണ്ടും അങ്ങനെ നീണ്ടുപോയി. ആ ദേശം മുഴുവനും മദ്യപാനികളുടെ ഒരു കോട്ടയായിരുന്നു. ആ പഴമല മേൽക്കോണം എന്ന് പറയുന്ന ആൾക്കാർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർ ചിന്തിച്ചു നോക്കുക. അത്ഭുതകരമായി ഇന്ന് ആ ദേശത്തെ ദൈവം തൊട്ടിരിക്കുന്നു. ദൈവത്തിന്റെ ശക്തി ആ ദേശത്ത് വ്യാപരിച്ച് ദൈവം അത്ഭുതകരമായി മാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും പറയാം ഹല്ലേലൂയ. ആ ദേശത്തിൽ നിന്നുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും ആ ദേശം എങ്ങനെ ആയിരുന്നു, ഇപ്പോൾ എങ്ങനെ ആയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ ശക്തി ആ ദേശത്തിറങ്ങി 1075 കുടുംബങ്ങൾ ഇന്ന് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയൊരു അത്ഭുതം കൂടി പറയാനുള്ളത്, ആ ദേശം മദ്യപാനത്തിന്റെ പിടിയിൽ നിന്ന് ആസക്തിയിൽ നിന്ന് വിട്ടുമാറുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ സംഘടിക്കുകയും അതിൽ നിന്ന് ഭയങ്കരമായ അടിപിടി ഉണ്ടാകുകയും എന്നിട്ട് അതിൽ നിന്ന് 7-8 കേസുകൾ ഞങ്ങൾക്കെതിരെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അത്ഭുത വിടുതൽ ദൈവം തന്നു. എന്റെ 100 റബ്ബർ മരങ്ങളെ ദൈവം അക്രമികൾ വെട്ടി നശിപ്പിക്കുകയും ആ വെട്ടി നശിപ്പിച്ച 100 മൂട് റബ്ബർ 1000 മൂട് റബ്ബർ ദൈവം എനിക്ക് തന്നു. ഇനി ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. ഈ സകലവിധമായ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം അത്ഭുതകരമായ ആ ദേശത്ത് എന്നെ ദൈവം അത്ഭുതകരമായ ഒരു ജോലി തന്ന് എന്നെ ഉയർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇനിയൊരു സാക്ഷ്യം കൂടെ ഉണ്ട്. എന്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഈ അടിപിടി അക്രമത്തിൽ നിന്ന് ഞാൻ ജയിലിൽ പോകാമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ ജയിലിൽ ഒരു കുറ്റവാളിയായി പോകേണ്ട എന്നെ ആ ജയിലിലോട് വാർഡനായി ദൈവം എന്നെ ഉയർത്തി. നീ കാണുക, ഈ ജയിൽ വാർഡൻ, ഞാൻ ജയിൽ വാർഡനും അതിനുള്ള അകത്തുള്ള ജയിൽ പുള്ളികൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നീ കാണുക എന്ന് പറഞ്ഞ് എന്നെ ദൈവം ആ സെൻട്രൽ ജയിലിൽ ഒരു ഉദ്യോഗസ്ഥനായി എന്നെ ഉയർത്തുകയും ചെയ്തു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ഞാൻ സാക്ഷി പറയുന്നത് എന്റെ മകൾക്ക് വേണ്ടിയാണ്. എന്റെ മകൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പഠിത്തത്തിൽ ആദ്യം സ്കൂളിൽ 1ഉം 2ഉം പ്രാവശ്യം പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഫസ്റ്റ് കിട്ടുമായിരുന്നു. 3ാമത്തെ പ്രാവശ്യം അവർക്ക് പരീക്ഷയിൽ വളരെയധികം മാർക്ക് കുറവായിരുന്നു. അങ്ങനെ ഇരിക്കെ രക്ഷകർത്താവിനെ കുട്ടിയെ വിട്ട് அவங்க വിളിപ്പിച്ചു. അങ്ങനെ ഞാൻ പോയപ്പോ പറഞ്ഞു, മകൾക്ക് ആദ്യം 2 പ്രാവശ്യവും ഫസ്റ്റ് ഉണ്ടായിരുന്നു, 3ാമത്തെ പ്രാവശ്യം വളരെ മോശമാണെന്ന് പറഞ്ഞു. അതും പ്രകാരം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് സിസ്റ്ററിനോട് ഫോണിലൂടെ അപേക്ഷിച്ചു. സിസ്റ്റർ, എന്റെ മകൾ 2ൽ പഠിക്കുന്നു, ആദ്യം സ്കൂളിൽ ഫസ്റ്റ് ആയിരുന്നു, പിന്നീട് വളരെയധികം മോശമാണെന്ന് പറഞ്ഞു. സിസ്റ്റർ ഫോണിലൂടെ പ്രാർത്ഥിച്ചിട്ട് പറയുകയുണ്ടായി, അടുത്ത പരീക്ഷയിൽ അവൾക്ക് സ്കൂൾ ഫസ്റ്റ് കിട്ടുമെന്ന്. അതിൻ പ്രകാരം അവൾക്ക് അടുത്ത പരീക്ഷയിൽ സ്കൂൾ ഫസ്റ്റ് കിട്ടുകയും അതിനോടൊപ്പം തന്നെ ക്യാഷ് അവാർഡ് സമ്മാനമായി കൊടുക്കുകയും ചെയ്തു. ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച കർത്താവിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷിയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വലിയ ഒരു ഹാളിൽ എനിക്ക് സാക്ഷിയായിട്ട് നിൽക്കുവാൻ അവസരം ഒരുക്കി തന്ന ദൈവത്തിന് അതിയായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഹാളിൽ എനിക്കൊരു സാക്ഷി തന്ന ദൈവദാസനും ദാസിയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വെള്ളയുടെ നിന്നാണ് ഞാൻ വന്നത്. വെള്ളയുടെ ഈ ദേവദാസൻ ഒരു കൺവെൻഷൻ ആരാധനയ്ക്ക് അവിടെ കടന്നു വരികയും 3 ദിവസത്തെ കൺവെൻഷൻ ആരാധന അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ 15 വർഷത്തേക്ക് മുമ്പേ ഞാൻ നേറ്റങ്കര ആശുപത്രിയിൽ സുഖമില്ലാതെ കിടന്നപ്പോൾ ഇവിടെ വന്ന് ഒരു ആരാധന കൂടണമെന്ന് എനിക്ക് സുഖം കിട്ടുമെന്ന് എനിക്ക് തോന്നി. എങ്കിലും
വരാൻ സാധിച്ചില്ല. ഈ 15 വർഷം കഴിഞ്ഞപ്പോൾ ദേവദാസ് വെള്ളയുടെ ഒരു കൺവെൻഷൻ ആരാധനയ്ക്ക് കടന്നു വരികയും ആ 3 ദിവസവും വരണമെന്ന് ഞാൻ വിചാരിച്ചിട്ടും ആദ്യത്തെ ദിവസം ഞാൻ അറിഞ്ഞില്ല. 2ാമത്തെ ദിവസം തൊട്ട് ആ 2 ദിവസവും ഞാൻ ഈ കൺവെൻഷൻ ആരാധനയ്ക്ക് കടന്നു വന്നു. എന്നാൽ ദേവദാസൻ ഒരു ദിവസം പ്രകാരം വിളിച്ചു പറഞ്ഞു, 15 വർഷം കൊണ്ട് മാനസികമായിട്ട് ബന്ധനത്താൽ കെട്ടപ്പെട്ട അവസ്ഥയായിരുന്നു എന്റെ ജീവിതം, എന്റെ രോഗം, ഭയങ്കരമായ ബന്ധനം. അങ്ങനെ ഞാൻ ഈ 15 വർഷം കൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ടു. പല ചികിത്സ ചെയ്തിട്ടും സൗഖ്യമില്ല, പല ഡോക്ടറെ കണ്ടിട്ടും സൗഖ്യമില്ല. അപ്പോഴൊക്കെ ഞാൻ പറയുമായിരുന്നു എനിക്ക് ഒരു രോഗമില്ല, ഈ സഹോദരിക്ക് ഒരു രോഗമില്ലെന്ന് പറയുമായിരുന്നു. ഉറക്കമില്ല. എന്നാലും എനിക്ക് മരുന്ന് കഴിച്ചാൽ സൗഖ്യം കിട്ടത്തില്ല. എന്നാലും ഒരു പിടി ആഹാരത്തിന് പോലും ഇല്ലാത്ത അവസ്ഥ, ഒരു പിടി ആഹാരം പോലും ഇല്ലാത്ത അവസ്ഥ. ആ അവസ്ഥയാണെങ്കിലും എനിക്കൊരു മോനുണ്ട്. എന്നാലും വളരെ കഷ്ടപ്പെട്ട് ഞാൻ ആശുപത്രി കൊണ്ടുപോയി. എന്നെ ആശുപത്രി കൊണ്ടുപോകുമ്പോ എന്റെ മോനാണ് എന്നെ ആശുപത്രി കൊണ്ടുപോകുന്നത്. ആ അവസ്ഥയിലാണ് വെള്ളടയിൽ ഒരു ആരാധനയ്ക്ക് ഞാൻ കടന്നു വരികയും ആ പ്രസംഗത്തിലൂടെ ദേവദാസൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, എന്നെ കഴിച്ചുകൊണ്ട് തന്നെ പറഞ്ഞ്, ഇങ്ങനെ ഒരു സഹോദരി കെട്ടപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുകയാണ്. ആ സഹോദരിയെ എന്റെ കർത്താവ് അഗ്നി ഇറക്കി, ഇപ്പോഴും തന്നെ അഗ്നി ഇറക്കി അവളെ വിടുവിക്കുന്നെന്ന് പറഞ്ഞു. സ്വോത്രം. ആ നിമിഷത്തെ തന്നെ എന്റെ ശരീരത്ത് ഒരു കയറ് പോലെ കെട്ടപ്പെട്ടതായി എനിക്ക് കണ്ട്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ അഗ്നി എന്റെ ശരീരത്ത് ഇങ്ങനെ ഒരു വളയം എരിയുന്നതായിട്ട് എനിക്ക് തോന്നി. എന്നാലും ഞാൻ തീ കത്തുന്നില്ല, എന്റെ ഒരു വളയം തീ കത്തുന്നതായിട്ട് കണ്ടു. ഞാൻ അവിടെ നിന്ന് പിടയ്ക്കാനും നിലവിളിക്കാനും തുടങ്ങി. ആ നിമിഷത്തെ എന്റെ കർത്താവ് പൂർണ്ണമായിട്ട് എനിക്ക് ആ ബന്ധനത്തിൽ നിന്ന് വിടുതല തന്നു. എന്നാല് ദേവദാസൻ വീണ്ടും പറയുണ്ടായി. വീണ്ടും 3 പ്രാവശ്യം ദേവദാസൻ പറഞ്ഞു ആ സഹോദരിക്ക് വിടുതല കിട്ടിയെന്ന്. ആ സമയത്ത് എനിക്ക് പൂർണ്ണമായിട്ട് വിടുതല കിട്ടി. അന്ന് തൊട്ട് ഇന്ന് വരെയും കൺമണി പോലെ എന്നെ ദൈവം കാക്കുന്നുണ്ട്. എനിക്ക് പരിപൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി. നിങ്ങൾ ഇനി ആ പ്രകാരം തന്നെ ഞാൻ ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ ഒരു ദിവസമെങ്കിലും ഈ സെക്കൻഡ് സാറ്റർഡേക്ക് വന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയ സഹോദരിമാരെ നിങ്ങൾ ഒന്നറിയാ, എനിക്ക് 5 പൈസ പോലും ഇല്ല, വണ്ടി കൂലിക്ക് വരാൻ നിവർത്തിയില്ല. എന്നാലും സർവശക്തനായ ദൈവം ഈ ദേവദാസനും ദാസിയും പ്രാർത്ഥിച്ചാൽ ഞാൻ എല്ലാ സെക്കൻഡ് സാറ്റർഡേക്കും ഇവിടെ വരുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ചോദിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കണം, ഇതാണ് തീ. നിന്റെ പഠിത്തം കൊണ്ട് കഴിയാത്തത്, നിന്റെ മന്ത്രിയെ കൊണ്ട് കഴിയാത്തത് കർത്താവ് രഹസ്യം വെളിപ്പെടുത്തി കൊടുത്ത്, അവിടെ അവസ്ഥ വെളിപ്പെടുത്തി കൊടുത്ത്, തീ കത്തുന്നത് നിങ്ങളെ മോചിക്കുന്നു എന്ന് വെളിപ്പെടുത്തി, നിങ്ങളെ വിടുവിച്ചിരിക്കുന്നു എന്നും കർത്താവ് വെളിപ്പെടുത്തി. 10-40 സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ട് ഈ ദൈവം സ്നേഹിക്കുന്ന ഈ ദൈവമക്കൾ പ്രവർത്തിച്ച ദൈവം നിങ്ങളിലും ഇന്ന് പ്രവർത്തിക്കും. നിങ്ങളുടെ കണ്ണീർ തുടയ്ക്കാനായിട്ട് എഴുന്നള്ളി വന്നിരിക്കുന്നു. രോഗത്തോടെ കടന്നു വന്നോടെ രോഗം കർത്താവ് എടുത്തു മാറ്റി സൗഖ്യം നൽകി അയക്കാൻ പോകുന്നു. ഭാരത്തോടെ നിലവിളിയോടെ നിരാശയോടെ കടന്നു വന്ന ദൈവജനത്തിൽ നിന്ന് കർത്താവ് ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കാൻ പോകുന്നു. എനിക്ക് ആരോരുമില്ലാന്ന് ഓരത്തെടുത്ത് നിലവിളിച്ച അനാഥയെന്ന് വിലപിച്ചെത്തിയ സഹോദര സഹോദരി, എന്റെ കർത്താവ് നിന്റെ കരം പിടിച്ച് നിന്നെ വഴി നടത്താൻ പോകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയിരിക്കും. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം തന്നെ, ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന വചനപ്രകാരം ഭാരത്തോട്, ഭയത്തോട്, വേദനയോട്, ഞരക്കത്തോട്, നിലവിളിയോടെ എത്തിയ സഹോദര സഹോദരി, എന്റെ കർത്താവിന് കരം പിടിച്ച് നിങ്ങളെ വഴി നടത്താൻ പോകുന്നു. രാജാതി രാജാവ് അങ്ങ് എഴുന്നള്ളി വന്നിരിക്കുക, സ്തോത്രം. ദേവാദി ദേവന് അങ്ങൂടെ ഉലാവിക്കൊണ്ടിരിക്കുക, സ്തോത്രം. കർത്താതി കർത്താവ് അങ്ങൂടെ നടകൊള്ളുക, സ്തോത്രം. വചന ശുശ്രൂഷയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാവരും ചുടത്തിന് പ്രവൃത്തികളെയും എല്ലാവരും വൈശാചിബന്ധനങ്ങളെയും സ്വർഗത്തിലും ഭൂമിയിലും സർവ്വാധികാരമുള്ള യേശു ക്രിസ്തുവിൻ നാമത്തിൽ നിർമൂലമാക്കുന്നു. സ്വർഗീയ രാജാവ് അങ്ങ് അരുളി ചെയ്യണം. അടിയങ്ങൾ കേൾക്കുന്നു. കടന്നു വന്ന ഓരോ പ്രിയമക്കളെ അങ്ങ് മാറോടണച്ച് ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ആര്യമരേഷനാം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. യെശയ്യാപ്രവചന പുസ്തകം 49-ാം അധ്യായം അതിന്റെ 5-ാം വചനം നമുക്ക് ശ്രദ്ധിക്കാം. യെശയ്യാപ്രവചന പുസ്തകം 49-ാം അധ്യായം അതിന്റെ 5-ാം വചനം. എന്റെ ദൈവം എന്റെ ബലമാകുന്നു,
എന്റെ ദൈവം എന്റെ ബലവുമാകുന്നു. പ്രിയ ദൈവജനമേ, ചിലർക്ക് തങ്ങളുടെ മതം ഒരു ബലം, ചിലർക്ക് തങ്ങളുടെ ജാതി ഒരു ബലമായിട്ട് വെച്ച് ഇതൊക്കെ ബലമാണോ? ഇല്ല. ചിലർ തങ്ങളുടെ സമ്പത്തിന് ബലമായിട്ട് വെച്ച് ഇതൊന്നും ബലമല്ല. ഇവിടെ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്റെ ദൈവം എന്റെ ബലമാവുന്നു. പുറപ്പാട് പുസ്തകം 15:21 എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അതെ, നമ്മുടെ ബലം നമ്മുടെ ദൈവത്തിങ്കലായിക്കോട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്നെ പോലെ ബലവാൻ ആരുള്ളൂ. സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, സങ്കീർത്തനങ്ങൾ 62:11 ബലം ദൈവത്തിനുള്ളത്. ഹല്ലേലൂയ. ബലം എന്റെ ദൈവത്തിനുള്ളത്. ഹല്ലേലൂയ. അതെ, അവൻ തന്റെ ബലത്താൽ ചെങ്കടലിൽ പാത ഒരുക്കി. പുറപ്പാട് 14:21 ദൈവം തന്റെ ബലത്താൽ യോർദാൻ നദിയെ ഉണങ്ങുമാറാക്കി. 2 രാജാക്കന്മാരുടെ പുസ്തകം 2:14 ദൈവം തന്റെ ബലത്താൽ എരീഹോ മതിലിനെ വീഴ്ത്തി. ജോഷിയുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 20-ാം വചനം നാം ആരാധിക്കുന്ന ദൈവം ആരാണ്? ആകാശത്തെ സൃഷ്ടിച്ചവൻ, ഭൂമിയെ നിർമ്മിച്ചവൻ, മനുഷ്യനെ ഉരുവാക്കിയവൻ, മതത്തെ ഉണ്ടാക്കിയ ദൈവമല്ല. ഹല്ലേലൂയ. ഇവിടെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യേ ദാവീദ് എന്റെ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം അവന് ധൈര്യം നൽകുകയും ആത്മാവിൽ ബലപ്പെടുത്തുകയും ചെയ്തു. അതെ, സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ വിളിച്ച അപേക്ഷ നാളില് നീ എനിക്ക് ഉത്തരം അരുളി, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി. ബലമില്ലാതെ എത്തിയിരിക്കുന്ന സഹോദര സഹോദരി, ഡോക്ടർമാർ പറഞ്ഞെന്നിരിക്കുക അത് ക്യാൻസറാണ്, ഇത് ക്യാൻസറാണ്. തളർന്ന ഭാരത്തോടെ എത്തിയിരിക്കുന്നു. എന്റെ ദൈവത്തിന് സകലവും സാധ്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വചനങ്ങളില് ബലം ദൈവത്തിലായിരുന്ന ഒരു ദരിദ്രനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തി. ഈ ദരിദ്രന് വസ്തുവകയോ സ്വത്തോ സമ്പത്തോ ധനാഢ്യരായ വേറെ ബന്ധുമിത്രാദികളോ ആരും ഉണ്ടായിരുന്നുള്ളതായിട്ട് വേദപുസ്തകത്തില് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഈ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവന് അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. ദരിദ്രന് ബിഷപ്പ് ഒന്ന് അടക്കി കാണുകയില്ല, ആരും തിരിഞ്ഞു നോക്കാനും ഉണ്ടായിരുന്നില്ല. പട്ടക്കാരും വന്നോന്ന് സംശയമാണ്. എന്നാൽ ദരിദ്രൻ മരിച്ചപ്പോഴ്, ദൈവത്തിൽ ആശ്രയം വെച്ചിരുന്ന ദരിദ്രൻ മരിച്ചപ്പോഴ്, എന്റെ യേശു കർത്താവിൽ ആശ്രയം വെച്ചിരുന്ന ദരിദ്രൻ മരിച്ചപ്പോഴ് ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് അവനെ കൂട്ടിക്കൊണ്ടുപോയി അബ്രഹാമിന്റെ വടിയിലോട്ട് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ഹല്ലേലൂയ. ആര് മരിച്ചാല് ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. പന്നിയെപ്പോലെ ഒരിക്കലും മുകളിലോട്ട് നോക്കാതെ എപ്പോഴും താഴോട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്നാല്, ലോകകാര്യങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നാല് ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് കൂട്ടിക്കൊണ്ടുപോവുകയില്ല. ഇവിടെ ധനവാനും ദരിദ്രനും രാജാവും എല്ലാവരും മരിക്കും. മരണശേഷം ഒരു നിത്യത ഉണ്ട്. പാപത്തിൽ ജീവിച്ചാൽ നിത്യതയില് ദൈവരാജ്യത്തില് പ്രവേശിക്കാൻ മനുഷ്യന് കഴിയുകയില്ല. ആത്മാവ് യാതനാ സ്ഥലത്തേക്കോ പർദീസയിലേക്കോ പോകും. അതിനാൽ ജീവനോടിരിക്കുമ്പോൾ തന്നെ ബലവാനാം ക്രിസ്തുയേശുവില് ചാരിക്കൊള്ളുക, ബലവാനാം ക്രിസ്തുയേശുവില് ആശ്രയം വെച്ചുകൊള്ളുക. ഇവിടെ ദരിദ്രനായ ലാസർ, അവൻ ദരിദ്രൻ മാത്രമല്ല, ശരീരം മൊത്തം വ്രണം നിറഞ്ഞവനായിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന തിന്ന് വിശപ്പടക്കുവാനായിട്ട് ആഗ്രഹിച്ചവൻ. മാത്രമല്ല നായ്ക്കൾ വന്ന് അവന്റെ വ്രണം നക്കും. സാധാരണ ശേഷിയുള്ളവരാണെങ്കിൽ വീട്ടില് നഴ്സുമാർ വന്ന് ക്ലീൻ ചെയ്യും. ഇവിടെ ദരിദ്രന്റെ വ്രണം നക്കിയത് നായ്ക്കളായിരുന്നു. എന്നാൽ ആ ദരിദ്രൻ മരിച്ചപ്പോൾ, ദൈവത്തിൽ പ്രത്യാശ
വെച്ചിരുന്ന ദരിദ്രൻ മരിച്ചപ്പോഴ്, ദൈവത്തിൽ ആശ്രയം വെച്ചിരുന്ന ദരിദ്രൻ മരിച്ചപ്പോഴ്, യേശു കർത്താവിന് പൂർണ്ണ ഹൃദയം കൊടുത്തിരുന്ന ദരിദ്രൻ മരിച്ചപ്പോഴ് ദൂതന്മാർ, ദൈവത്തിന്റെ ദൂതന്മാർ അവന് അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ലൂക്കോസ് 14:23 ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തില് യാതന അനുഭവിക്കുമ്പോ മേലോട്ട് നോക്കി. ഈ ധനവാൻ തന്റെ ലോകത്തിലെ സുഖ സമൃദ്ധിയിൽ മാത്രം കണ്ണുപതിച്ച് നോക്കിയിരുന്നവനാണ്. എന്നാൽ അവൻ മരിച്ച് പാതാളത്തില് യാതന അനുഭവിക്കുന്ന സമയത്ത് അവൻ മേലോട്ട് നോക്കി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇപ്പോൾ നിനക്ക് മേലോട്ട് നോക്കേണ്ട സമയമാണ്. എന്റെ ദൈവത്തിനെ നോക്കേണ്ട സമയമാണ്. മതത്തെ നോക്കേണ്ട സമയമല്ല, ജാതിയെ നോക്കി സമയം കളയേണ്ടതല്ല, വിഗ്രഹങ്ങളെ നോക്കി സമയം കളയേണ്ടതല്ല, പുണ്യ സ്ഥലങ്ങളെ നോക്കി സമയം കളയേണ്ടതല്ല. നീ മേലോട്ട് നോക്കേണ്ടവനാണ്. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പ്രതികൂലങ്ങൾ ഉണ്ടാവാം, എന്തു തന്നെ ഉണ്ടായാലും നീ മേലോട്ട് നോക്കേണ്ടവനാണ്. ഹല്ലേലൂയ. അവൻ മേലോട്ട് നോക്കിയിട്ട് അബ്രഹാമിനോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാ സ്ഥലത്തേക്ക് വരാതിരിപ്പാൻ അവരോട് അത് സാക്ഷ്യം പറയാനായിട്ട് ഈ ദരിദ്രൻ ലാസറിനെ ഒന്ന് എന്റെ സഹോദരന്മാരുടെ അടുക്കൽ അയച്ചാട്ട്. എന്നാൽ അബ്രഹാം പറഞ്ഞു, മകനെ, മരിച്ചവർ ഇവിടെ അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട്. അവര് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ മരിച്ചവർ എഴുന്നേറ്റ് ചെന്ന് പറഞ്ഞാലും അവർ കേൾക്കയില്ല. പ്രിയ ദൈവമക്കളെ, ഇത് ജീവനോടിരിക്കുമ്പോൾ നാം കേട്ട് രൂപാന്തരം പ്രാപിക്കേണ്ട കാര്യങ്ങളാണ്. മരിച്ച ശേഷം നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. മരിച്ചാൽ ആരെങ്കിലും വന്ന് എടുത്തോണ്ട് പോയി കുഴിച്ചിടും. സമ്പ്രദായ പ്രകാരം ഒരു പ്രാർത്ഥനയും കഴിച്ചെന്നിരിക്കും. എന്നാൽ നിന്റെ ജീവന്റെ രക്ഷ കണ്ടെത്തേണ്ട സമയം ഇതാണ്. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ രക്ഷാ നിർണയം പ്രാപിച്ചിട്ടുണ്ടോ? മരിച്ചതിന് ശേഷം ആരെങ്കിലും വന്ന് 2-3 കുർബാന കഴിച്ചാൽ വല്ല ഫലമുണ്ടോ? പൂജാകർമ്മങ്ങൾ വെച്ചാൽ വല്ല ഫലമുണ്ടോ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, ജീവൻ നിന്റെ ശരീരത്തിലുള്ളപ്പോൾ തന്നെ നിന്റെ ആത്മാവിന്റെ രക്ഷ നീ കരുതേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഉദ്ദേശം 10 വർഷം മുമ്പ് ഞങ്ങളുടെ ഈ പ്രേയർ ഗാർഡന്റെ ഉദ്ഘാടനത്തിന് തൊട്ട് മുമ്പായിട്ട് ഒരു പിതാവ്, ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് ആ പിതാവിന് വഴിക്ക് വെച്ച് കാണാനിടയായി. ആ സമയത്ത് തന്നെ കർത്താവ് ഈ പിതാവിനെ കൂട്ടായ്മയിലോട്ട് വരാനായിട്ട് വിളിക്കാൻ എനിക്ക് അതിനുള്ള ആലോചന തന്നു. അപ്രകാരം ഞാൻ ആ പിതാവിനെ കണ്ടപ്പോ തന്നെ പിതാവിനെ ക്ഷണിച്ചു, ഞങ്ങളുടെ മീറ്റിങ്ങിൽ കടന്നു വരണം. പിതാവ് വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ കടന്നു വരാം. ഇവിടെ പ്രേയർ ഹാളിന്റെ ഉദ്ഘാടനം കഴിഞ്ഞോട്ട്. പ്രേയർ ഹാളിന് കഷ്ടിച്ച് ഉദ്ഘാടനത്തിന്റെ ഒരാഴ്ച ഉള്ളപ്പോഴാണ് ഈ പിതാവ് എന്റെ മുമ്പിൽ വരുന്നതും ഞാൻ ആ പിതാവിനെ വിളിക്കുന്നതും. എന്നാൽ ഒരാഴ്ച 7 ദിവസം കടന്നു ചെല്ലാൻ കഴിഞ്ഞില്ല. അതിനിടയ്ക്ക് തന്നെ ഈ സ്ഥലം മൊത്തം ഒരു ജലപ്രളയം വന്നു. പിതാവ് ഇവിടെ സമീപ സ്ഥലത്ത് താമസിക്കുന്ന പിതാവാണ്. വെള്ളം തന്റെ ഭവനത്തിന്റെ അടുക്കൽ വന്ന കാരണം നോക്കാനായിട്ട് പോയി അവിടെ തന്നെ സ്ലിപ്പായി മരിച്ചു. പ്രിയ ദൈവപൈതലേ, ഇത് നടന്ന സംഭവമാണ്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അവനവന്റെ രക്ഷ നിങ്ങൾ ഈ സമയത്ത് കരസ്ഥമാക്കുക. കൈക്കൂലി വാങ്ങിച്ചെല്ലാം അലമാരയിൽ പൂട്ടിവെച്ചതിന് ശേഷം പിന്നെ വന്ന് വാർദ്ധക്യകാലത്ത് പല്ലുമെല്ലാം കൊഴിഞ്ഞുപോയി, തലമുടിയെല്ലാം നരച്ച്, കണ്ണിന്റെ കാഴ്ചയെല്ലാം പോയി, ഒന്നിനും ഉതവാത്തൊരു കാലഘട്ടം വരും. അന്ന് ചെന്ന് ദൈവത്തെ വിളിച്ചോളാം, രക്ഷ പ്രാപിച്ചോളാം എന്നല്ല. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. അതെ, സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. സങ്കീർത്തനങ്ങള് 84:5. അതെ, ഭാഗ്യ അവസ്ഥയെ പറ്റി നമുക്ക് പല ധാരണകളുമുണ്ട്, പല സങ്കല്പങ്ങളുമുണ്ട്. എന്നാൽ യഥാർത്ഥ ഭാഗ്യശാലി ആരാണ്? ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അതെ, ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം
അതിന്റെ 14, 15, 16 വചനങ്ങൾ അധ്യായങ്ങൾ നാം വായിച്ചാല് ദാൻ ഗോത്രക്കാരനായിരുന്ന ശിംശോൻ അവൻ വീര പരാക്രമശാലിയായിരുന്നു. അനേക ശത്രുക്കളെ ഒറ്റയ്ക്ക് നേരിടാൻ തക്ക കായബലമുള്ളവൻ. സിംഹത്തെ ഒരാട്ടിൻകുട്ടിയെ എന്ന പോലെ കീറിക്കളഞ്ഞവൻ. കഴുതയുടെ പച്ച താടിയെല്ലുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞവൻ. അവന്റെ ശക്തിയുടെ രഹസ്യം അവൻ ദൈവത്തോട് പ്രത്യേകം ബന്ധപ്പെട്ടിരുന്നു. ഗർഭത്തിൽ, അതായത് അവൻ ഗർഭത്തിൽ ഉരുവായ നിമിഷം മുതൽ അവൻ ദൈവത്തിനായി പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല അവൻ നാസീർ വ്രതത്തില് ജീവിച്ചു. എന്നാൽ ദൈവത്തിന് ഹിതപ്രകാരമല്ലാതെ ഇവന്റെ ഇഷ്ടപ്രകാരം അവൻ ജീവിതം ആരംഭിക്കാൻ തുടങ്ങി. ജീവിതത്തില് ദൈവഹിതമില്ലാത്ത കാര്യങ്ങള് ഇവൻ അനുവദിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 16 അധ്യായം അതിന്റെ 19 വചനത്തില് ദലീലയുടെ മടിയില്, അത് വേശ്യ സ്ത്രീയുടെ മടിയില് ഇവൻ വീഴാൻ തുടങ്ങി. ആ സമയത്ത് ദൈവത്തിന്റെ ശക്തി അവനെ വിട്ടുപോയി. മദ്യത്തിന്റെ മടിയില് വീഴുന്ന സഹോദര, നീ മദ്യം വിട്ട്, മദ്യ ലഹരി വിട്ട്, അതെ കർത്താവിന് നിന്റെ ഹൃദയം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തോട്ടെ. കർത്താവിന് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നിന്റെ മദ്യത്തിന്റെ ആസക്തികൾ എന്റെ ദൈവം കത്തിച്ചു കളയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിന് ഹിതകരമായിട്ടുള്ള വഴികളിൽ നടക്കുന്നവളെ ഇന്ന് എന്റെ ദൈവത്തിന്റെ വഴിയിലോട്ട് കടന്നു വന്നാട്ട് എന്റെ ദൈവത്തിന് മുമ്പില് നിന്നെ തന്നെ പാടെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തോട്ട്. ഇവിടെ ദൈവത്തിന് ഹിതമില്ലാത്ത കാര്യം ശിംശോൻ മനസ്സ് വെച്ചപ്പോഴ് ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ ദാസന് വിട്ടുപോയി, ദൈവത്തിന്റെ കൃപ അവന് വിട്ടുപോയി, ദൈവത്തിന്റെ അനുഗ്രഹം അവനെ വിട്ടുപോയി, ദൈവത്തിന്റെ സാന്നിധ്യം അവന് വിട്ടുപോയി. ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു മനുഷ്യന് ദൈവ സാന്നിധ്യം അവനെ വിട്ട് നീങ്ങിപ്പോയാൽ എന്തൊരു സവിശേഷത ഉണ്ട്? ഒന്നും തന്നെയില്ല. സവിശേഷത ഒന്നും തന്നെയില്ല. ആശ്രയിക്കാൻ ഒന്നും തന്നെയില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ പോകുന്ന വഴി എന്റെ ദൈവത്തിന് ഹിതകരമായിട്ടുള്ള വഴിയാണോ? നിന്റെ സംസാരം എന്റെ ദൈവത്തിന് ഹിതകരമായിട്ടുള്ള സംസാരമാണോ? നിന്റെ കൈകളുടെ പ്രവൃത്തി എന്റെ ദൈവത്തിന് ഹിതകരമായിട്ടുള്ള പ്രവൃത്തിയാണോ? നീ പോകുന്ന പാത, നീ നടക്കുന്ന വഴി എന്റെ ദൈവത്തിന് ഹിതകരമാണോ? നിന്റെ ഫ്രണ്ട്ഷിപ്പുകള് എന്റെ ദൈവത്തിന് ഹിതകരമാണോ? നിന്റെ കമ്പ്യൂട്ടറിനകത്ത് ഫീഡ് ചെയ്തിട്ടിരിക്കുന്ന കാര്യങ്ങള് എന്റെ ദൈവത്തിന് ഹിതകരമായിട്ടുള്ള കാര്യമാണോ? നിന്റെ മൊബൈലിൽ കൂടെ നീ സംസാരിക്കുന്ന കാര്യങ്ങള് എന്റെ ദൈവത്തിന് ഹിതകരമായിട്ടുള്ള കാര്യമാണോ? ഇവിടെ ശിംശോൻ ദൈവമായിട്ടുള്ള ബന്ധം അവൻ വിച്ഛേദിക്കുന്നു തന്റെ പ്രവൃത്തി ദോഷനിമിത്തം. പ്രിയ ദൈവമക്കളെ, നാം കർത്താവിന് ഹൃദയം കൊടുത്തവര് വളരെ സൂക്ഷ്മതയോടെ നമ്മുടെ ആത്മീയ ജീവിതം നാം നയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പൂർണ്ണാശയം നാം ദൈവത്തിൽ വെച്ച് ദൈവ വഴി പിന്തുടർന്ന അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. സങ്കീർത്തനങ്ങൾ 84:7 ശരിയാണോ? അപ്പോസ്തല പ്രവൃത്തികൾ 9 അധ്യായം അതിന്റെ 22 വചനത്തില് ഒരിക്കല് സഭകൾക്ക് ഉപദ്രവമായിരുന്നവൻ, ഒരിക്കല് ദൈവദാസന്മാരെ ഉപദ്രവിച്ചു. എന്നാൽ അവൻ കർത്താവില് പൂർണ്ണ ആശയം വെച്ച് കർത്താവിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയ. എന്റെ വലതുവശത്ത് ഒരു സഹോദരൻ ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയുമില്ലാന്ന് തളർന്ന് നിരാശയോടെ എത്തിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദര, ഇന്നത്തെ ദിവസം നിങ്ങൾ പോയി ഡയറിയിൽ കുറിച്ചിട്ട് കൊള്ളുക. എന്റെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളായിരിക്കുന്ന ദേശത്ത് ഉയർത്തി നിങ്ങളെ മാനിക്കാൻ പോകുന്നു. അതെ, ദൈവത്തിന്റെ തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. അതെ, ദൈവത്തെ നാം മാനിച്ചാല് നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ശൈലജ എന്നൊരു മാതാവ്, തനിക്ക് 3 പെൺമക്കൾ. ആ ഒരു മനോദുഃഖത്തില് ഈ മക്കളെ എങ്ങനെ ഓരോ കുടുംബത്തിലോട്ട് അയക്കും, സ്വന്തമായിട്ട് സമ്പാദ്യം ഒന്നുമില്ലല്ലോ എന്ന് നിലവിളിയോടെ എത്തിയിരുന്നു.
അതെ, ബലമില്ലാത്തവരെന്ന് ബലം നൽകുന്ന കർത്താവ്. ഈ മാതാവിന്റെ പേര് ഒരു ഞായറാഴ്ച ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ഇവിടെ കടന്നു വന്ന മാത്രയില് ശൈലജ വചനം പ്രസംഗിക്കാൻ തുടങ്ങിയില്ല. വചനം പ്രസംഗിക്കാനായിട്ട് കർത്താവിന്റെ ദാസിയായ അടിയാളെ കർത്താവിയുടെ കൊണ്ടെത്തിച്ച സമയത്തിന് ഈ മാതാവിന്റെ അവസ്ഥ വെളിപ്പെടുത്തി തന്നു, പേര് വെളിപ്പെടുത്തി തന്നു. അതേ, തന്റെ 3 പെൺമക്കളും പെരുവഴിയിലായി പോകുന്നു വിലപിക്കുന്ന മാതാവേ, കർത്താവിതാ നിങ്ങളുടെ മക്കള്, നിങ്ങൾ അത് നിങ്ങളുടെ സങ്കല്പത്തിലോ ചിന്തയിലോ വരാത്ത തരത്തില് ഉന്നതമായിട്ടുള്ള കുടുംബജീവിതത്തില് ദൈവം നിങ്ങളുടെ മക്കളെ പ്രവേശിപ്പിക്കാൻ പോകുന്നു. ദൈവാലയം വന്നപ്പോ തന്നെ കർത്താവ് തന്നെ ഈ മാതാവിന്റെ മകൾക്ക് കുടുംബജീവിതം ഒരുക്കി. കരം തട്ടി ക്രിസ്ത്യേശുവിനെ മഹത്വപ്പെടുത്തിയോണ്ട്. വാസന്തി, മകളുടെ ഭാവി ചൊല്ലി വിലപിക്കുന്ന വാസന്തി 6 മാസത്തിനകം അതേ നിങ്ങളുടെ ദേശത്തെ ജനം നിങ്ങളെ നിന്ദിക്കുകയാണ്, നിങ്ങളുടെ മകൾക്ക് ഇനി ഭാവിയില്ലാന്ന്. 6 മാസത്തിനകം നിങ്ങളെ നിന്ദിച്ച അതേ ജനം കാണാൻ തക്കവണ്ണം എന്റെ ദൈവം നിങ്ങളുടെ മകളെയും നിങ്ങളെയും ഉയർത്തി മാനിക്കാൻ പോകുന്നു. 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിലെ 2-ാം വചനത്തില് ദൈവത്തില് ബലം കണ്ടെത്തിയത് പൗലോസ്, അവൻ ദൈവസന്നിധിയില് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഉണ്ടോ 3-ാം സ്വർഗത്തോളം? അത് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തില് സ്വർലോകം, അധോലോകം, ഭൂലോകം, അധോലോകം, സ്വർലോകം എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ജീവിച്ചിരിക്കെ തന്നെ, മരിച്ചതിന് ശേഷമല്ല ഈ ദൈവദാസന് ദൈവം സ്വർഗത്തിലെ സന്തോഷം അനുഭവിപ്പിച്ചത് ജീവിച്ചിരിക്കെ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിച്ചു, കർത്താവിൽ വിശ്വസിച്ചെന്ന് ആരും തളർന്ന് നിലംപരിശായി ഇരിക്കണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും ഒരു ഭാഗ്യ പദവിയാണ് എന്റെ യേശുവിനെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് കർത്താവിനെ കണ്ടെത്തി, അവൻ കർത്താവിനാൽ പിടിക്കപ്പെട്ടു. 3